ഒരു വീഡിയോ എടുക്കുന്നതിന്റെ കഷ്ടപ്പാടൊന്നും നീ അറിയണ്ടോ? സാക്രിഫൈസ് ചെയ്തിട്ടാണ്. ഹാപ്പി മാരീഡ് ലൈഫ്. ഹാപ്പി മാരീഡ് ലൈഫ്. Wishing you a happy married life. Malavika. Yeah. Maruti. Malavika. Congratulations and celebrations. അത് എന്നെ കൊണ്ട് ശാരിട്ടാ. അപ്പൊ പിന്നെ എന്താ ഒഫീഷ്യലായിട്ട് പറയാണ്, വിഷിംഗ് യു എ വെരി ഹാപ്പി മാരീഡ് ലൈഫ്. അടിപൊളിയായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. പിന്നെ എന്താ എല്ലാവിധ ആശംസകളും ആലയം ചേട്ടായിക്കും നിനക്കും നേരുന്നു. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. Yes. You. After you, my dear. You please. എനിക്ക് കിട്ടുന്ന താത്താർദ്ധം കൊണ്ടാടി. നിങ്ങൾ അറിയപ്പെട്ടെന്ന് പറഞ്ഞു. പറയാൻ തന്നെ അറിയാലോ. ഹാപ്പി മാരീഡ് ലൈഫ്. എൻവിൻ പറഞ്ഞതുപോലെ ആ സംഭവം തന്നെ എല്ലാവർക്കും കോപ്പി പേസ്റ്റ്. ഞാൻ വളരെ മീറ്റ് ചെയ്ത കാര്യം ഇപ്പോഴാണ് പറയേണ്ടത്. ഈ കേളി അതൊക്കെ നമുക്ക് പറയാം. അപ്പോ ഞങ്ങളുടെ ഫാമിലിയിലേക്ക് ചേട്ടന് സ്വാഗതം. അതുപോലെ തന്നെ എല്ലാ മംഗളങ്ങളും ഞങ്ങൾ നേരുന്നു. പച്ച മലയാളമായി പോയല്ലോ. പ്രാക്ടീസ് ചെയ്തു. നമുക്ക് തുടങ്ങിയാലോ? അപ്പോ എടാ ഒരു ചെറിയ സർപ്രൈസും കൂടെ ഉണ്ട്. എടി മോളെ, ഇതിനകത്ത് സാധനം ഉണ്ട്, ലോട്ട്സ് ഉണ്ട്. ഒരു ജസ്റ്റ് ക്വസ്റ്റ്യൻ പോലെയാണ്. നിനക്ക് ഇനി ഫ്യൂച്ചറിൽ കുറച്ച് നാളൊക്കെ കഴിയുമ്പോ കാണുമ്പോ വേണമെങ്കിൽ ഒന്ന് സന്തോഷിക്കാൻ, ചെറിയ ക്രിഞ്ച് അടിക്കാൻ, എല്ലാത്തിനുള്ള സാധനം ഇതിന്റെ അകത്തുണ്ട്. നീ എനിക്ക് മെസ്സേജ് അയച്ചേക്കുന്ന ഇപ്പൊ. Oh my God, നീ ഇങ്ങനെ കണക്റ്റഡ് ആണൊക്കെ. അപ്പോ ലോട്ട്സ് ഫസ്റ്റ് ലോട്ട് എടുക്കുകയാണ്. അവർക്ക് അതില് കൈ ഇറങ്ങും. അപ്പൊ നീ തന്നെ അല്ലേ എടുക്കണമെന്നുണ്ട്. എന്റെ കൈ ഇറങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ തിരിച്ചു തരണം. When did you first meet and when did you became friends? Okay. Question number So ഞാൻ മാളവികനെ ഫസ്റ്റ് മീറ്റ് ചെയ്യുന്നത് ഹൈറയുടെ ബർത്ത്ഡേക്കാണ്. അത് 2017 ഡിഗ്രിക്ക് ഫസ്റ്റ് ഇയർ പഠിക്കുന്ന വന്നേരാണ് മാളവികനെ ഫസ്റ്റ് മീറ്റ് ചെയ്യുന്നത്. പിന്നെ അന്ന് തൊട്ട് 2017 തൊട്ട് കോൺസ്റ്റന്റ്ലി ആ ഒരു റിലേഷൻഷിപ്പ് ഞാൻ കീപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ ഫസ്റ്റ് മീറ്റ് ചെയ്തത്. അങ്ങനെയാണ് ഞങ്ങൾ ഫ്രണ്ട്സ് ആയത്. അപ്പൊ ഇപ്പോഴും ആ ഒരു കണക്ഷൻ, ആ ഒരു ബോണ്ട് ഞങ്ങൾ തമ്മിലുണ്ട്. ഒരു ചേച്ചി അനിയത്തി പോലത്തെ ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിലും ഒരു ഫ്രണ്ട്ഷിപ്പ് പോലത്തെ ബോണ്ടാണ് എനിക്ക് കൂടുതൽ ഫീൽ ചെയ്തിട്ടുള്ളത്. ഹൈറയുടെ ഫ്രണ്ടായിട്ടല്ല, എന്നാലും എൻ്റെ ഒരു ഫ്രണ്ടായിട്ട്, പിന്നെ എൻ്റെ പാപ്പയുടെ ഫ്രണ്ടിന്റെ ബോണ്ട് കൂടിയാണ്. അങ്ങനെയൊക്കെയാണ് സ്റ്റഫ്. സോ വെരി ഗ്രേറ്റ്ഫുൾ ഫോർ ഞാനിവിടെ ആലോചിച്ച് വെച്ചിരുന്നു. ഞങ്ങള് ഫസ്റ്റ് മീറ്റ് ചെയ്യുന്നത് അതിൻ്റെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ കഴിഞ്ഞ ദിവസം അയച്ചു 15 years 16 years. സോ അങ്ങനെയാണ് ഞങ്ങള് അവിടെ മുതൽ ജസ്റ്റ് കാണുമ്പോൾ സംസാരിക്കും, ഒരു ടോക്കും ജസ്റ്റ് മാത്രമേ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ള ആ ഒരു ഇതിൻ്റെ അകത്തേക്ക് വന്ന് ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട് +2 കാലഘട്ടമാണ്. അതിലാന്ന് എനിക്കറിയാം. അതായിരുന്നു. അതിനുശേഷം ഇങ്ങോട്ട് ഒരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. കുറെ നല്ല മെമ്മറീസ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ 5th വെച്ചാണ് ഞങ്ങൾ സെയിം ക്ലാസ്സിലായിരുന്നു. നമ്മുടെ ഓഡിറ്റോറിയത്തിലെ ക്ലാസ് അല്ലേ? ഓഡിറ്റോറിയത്തിലുള്ള ക്ലാസ്സിൽ സാധാരണ ഹൈറ്റ് ഉള്ളവരൊക്കെ എല്ലാ സീറ്റിന്റെ സൈഡിലല്ലേ ഇരുത്താറ്. ഞങ്ങളുടെ ടീച്ചറിന് ഭയങ്കര ബോധമായിരുന്നു, ഹൈറ്റ് ഉള്ള പിള്ളേരൊക്കെ ഒറ്റ ബെഞ്ചിലായിരുന്നു. അപ്പൊ എന്റെ തൊട്ടടുത്തായിരുന്നു മാളവിക. ഫസ്റ്റ് ഡേ
ആ ബെഞ്ചിൽ കൊണ്ടുവന്ന് ഇരുത്തി അന്ന് തുടങ്ങിയ ഫ്രണ്ട്ഷിപ്പ്. അന്ന് മുതൽ ഭയങ്കര കമ്പനിയായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ചാൾ കഴിഞ്ഞാണ് അറിയുന്നത് എൻ്റെ ഉപ്പച്ചിയുടെ ഉപ്പായും മാളവികയുടെ അച്ഛൻ്റെ അച്ഛനും ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ മാളവികയുടെ അച്ഛൻ്റെ ബ്രദറും എൻ്റെ ഉപ്പച്ചിയും ക്ലാസ്മേറ്റ്സ് ആയിരുന്നു. ഇപ്പൊ ഞങ്ങളും. അപ്പൊ അന്ന് മുതൽ തുടങ്ങിയ ഫ്രണ്ട്ഷിപ്പാണ്. അന്ന് മുതൽ ബെസ്റ്റ് ഫ്രണ്ട്സ് കണ്ടിന്യൂ ചെയ്യുന്നു. തലമുറയായിട്ട് ഇങ്ങനെ കൈമാറി വന്ന്. അതുപോലെ ഫസ്റ്റ് ടൈം ഞാൻ അവളോട് ചോദിച്ച കാര്യം എപ്പോഴും ഓർക്കുന്നുണ്ട്. അയ്യോ ചോദിക്കാൻ മറന്നു, എന്റെ പേരെന്താ? ഫോട്ടോസ് കണ്ടുകൊണ്ടിരിക്കുന്നത് സൂപ്പർ പൊളി വേറെ വാക്കുകളൊന്നും ഇല്ലെന്ന് ഇനി പറയാൻ. ഒരു പുള്ളിക്കാരത്തി ഉണ്ടായിരുന്നല്ലോ, ഒരു so beautiful, so looking like a wow. ഇല്ല ഇവനായിരിക്കും. ഇല്ല എനിക്കൊന്നും ഉണ്ടായിരുന്നില്ല. സ്വസ്തിന് ഉണ്ടാക്കിയത് ഇവന് ആ മൊമെന്റ് ഇല്ല. ഇവളാണ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയത്. പക്ഷെ ഒരുമിച്ചല്ല സംഭവിച്ചേക്കുന്നത്. കിട്ടില്ല. അത് എനിക്ക് തോന്നുന്നു 9th ആണോ 10th ആണോ എന്ന് എനിക്ക് കറക്റ്റ് ആയിട്ട് ഓർമ്മയില്ല. ഏതോ ഒരു ഇയറില് പബ്ലിക് ഡേക്ക് ഈ പരേഡ് ഉണ്ടാകില്ലേ നമ്മുടെ സെന്റ് ജോർജിന്റെ ഗ്രൗണ്ടിന്റെ അവിടെ നിന്ന്. അപ്പൊ അത് കഴിഞ്ഞ് ഞാനുണ്ടായിരുന്നു. ഞാനും ലക്ഷ്മി തിരിച്ച് സ്കൂളിലേക്ക് നടന്നു പോയായിരുന്നു. ആ റിട്ടേൺ ചെയ്യുന്ന വഴിയാണ് ഞങ്ങളുടെ വീട്ടിലേക്കുള്ള വഴി. ഞാൻ ലക്ഷ്മിനെ വിളിച്ച് അവളുടെ അടുത്ത് ചെന്ന് കഴിയുമ്പോ പെട്ടെന്ന് പറയാതെ ചെന്നതല്ലേ. അപ്പൊ എനിക്ക് മാളവിനെ കണ്ടപ്പോ തന്നെ മനസ്സിലായിട്ട് അവളുടെ റൂം ക്ലീൻ അല്ലെന്ന്. അവൾക്ക് ആ പാനിക് ഉണ്ടായിരുന്നു മുഖത്ത്. ഞാൻ അപ്പൊ തന്നെ ലക്ഷ്മിനെ പാടി ആ ഒരു സുഖം കാണിച്ചത് ഇവളുടെ റൂമിലേക്ക് അതെ. പിന്നെ എപ്പ അനൗൺസ് ചെയ്യാതെ ചെന്ന് കഴിഞ്ഞാൽ അവളുടെ ക്ലീൻ അവളുടെ റൂം ഭയങ്കര ക്ലീൻ ആയിരിക്കും. പിന്നെ ഞാൻ ആ ലുക്കിൽ കണ്ടിട്ടില്ല. എപ്പോഴും ക്ലീൻ ആയിട്ടാ. പക്ഷെ അന്ന് ലാസ്റ്റ് ഡേ ആയിരുന്നു. അന്ന് ലക്ഷ്മിക്ക് അത് കാണിച്ചു കൊടുത്ത് അതേ. പിന്നെ ഞാൻ അവളുടെ റൂം അങ്ങനെ കണ്ടിട്ടില്ല. എപ്പോഴും പിന്നെ ക്ലീനാ. അതാണ് best moments with her. എനിക്ക് റീസെന്റ് ആയിട്ട് അവരോട് പറയാനുള്ളത്. കാരണം ഇത്രയും നാളായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ആയാലും ഒരെണ്ണം പോയിന്റ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ നമ്മള് ലാസ്റ്റ് ഡേ പോയില്ലേ, ഫുഡ് പോയി പിന്നെ ഫുഡൊക്കെ കഴിക്കാൻ പോയത്. അതാണ് ലേറ്റസ്റ്റ് മെമ്മറി. എനിക്ക് അത് ഒരു മെമ്മറിയേ ഉള്ളൂ. അന്ന് ഹൈറയുടെ മീറ്റ് ചെയ്തപ്പോ വീടിന്റെ ബാക്കിലൂടെ ഒക്കെ പോയി പാലത്തിന്റെ താഴെ ഒക്കെ ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് അതുകൂടെ ഒക്കെ കുറെ നടന്ന് ഫോട്ടോസ് ഒക്കെ എടുത്ത് ആ ഫോട്ടോസ് ഇപ്പോഴും ഹൈറയുടെ കയ്യിലുണ്ട്. കണ്ടാ മതിയായിരുന്നു കാര്യത്തിന് ഇങ്ങനെ കാണിക്കുന്നത്. ഈ ഒരു മൊമെന്റ് ആണ് എനിക്ക് മാളവികയുടെ കൂടെ ഏറ്റവും നല്ലപോലെ സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ എനിക്ക് അങ്ങനെ ഒരു മൊമെന്റ് കിട്ടിയിട്ടില്ല. പിന്നെ പുള്ളിക്കാരത്തി UK പോയി. ഞാൻ നാട്ടിൽ വരുമ്പോഴാണെങ്കിൽ ഞാൻ അങ്ങനെ മീറ്റ് ചെയ്തിട്ടില്ല. ഹയറായിട്ടാണ് കൂടുതൽ ഇന്ററാക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെ മാളവിക ഹയറായിട്ട് ഫ്രണ്ടായിട്ട് വന്നിട്ട് ഞാൻ എന്റെ ഫ്രണ്ട് ആയതാണല്ലോ. ഞാനപ്പോ സെക്കൻഡ് ആണല്ലോ. ഫസ്റ്റ് അങ്ങനെയല്ല, അങ്ങനെയൊന്നുമില്ല. അയ്യോ സംഭവം മനസ്സിലായില്ലേ? അത്രയൊക്കെ ഉള്ളൂ. അപ്പൊ എനിക്ക് നിന്റെ ഒപ്പം എല്ലാ മൊമെന്റ്സ് അടിപൊളിയായിരുന്നു.
നീ ഓരോ പ്രാവശ്യം UK പോയിട്ട് വരുമ്പോ എല്ലാം ഓഫ് കോഴ്സ് ഞാൻ നിന്നെ മീറ്റ് ചെയ്യാറുണ്ട്. ഡേയ്സ് എല്ലാം ഇല്ലില്ല, ആ ഡേയ്സ് എല്ലാം എനിക്ക് അടിപൊളിയായിട്ടുണ്ട്. കാരണം എൻ്റെ ഫോട്ടോസ് കാര്യങ്ങളെല്ലാം നിന്റെയിലും ഉണ്ടാവും വിശ്വസിക്കുന്നു, എന്റെയിലും ഉണ്ടാവും, ഒന്നും കളഞ്ഞിട്ടില്ല. പിന്നെ ഇതിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് ഇവള് പറഞ്ഞ പോലെ ഒരു ട്രിപ്പ് പോയത് ഒരു അടിപൊളിയാണ്. ഒരു 3-4 hours നിന്റെ ഒപ്പം സ്പെൻഡ് ചെയ്യാൻ പറ്റി. എനിക്ക് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നിന്റെ ഒപ്പം പേഴ്സണലി സ്പെൻഡ് ചെയ്യുന്നത് ആ ഒരു ഡേ ആണെന്ന് തോന്നുന്നു. അത് നൈസാണ്. പിന്നെ നിങ്ങളുടെ സ്കൂളിലത്തെ പഴയ ഫോട്ടോയും ആ, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് എടുത്ത latest ഫോട്ടോയും എടുത്ത രണ്ടും കൂടി എഡിറ്റ് ചെയ്ത് കൊടുത്ത് ഞാനാണ്. ആ ഫോട്ടോ ഈ വീഡിയോയുടെ ഇടയ്ക്ക് എവിടെയെങ്കിലും ഇടുന്നതായിരിക്കും. പോസ്റ്റ് ചെയ്തില്ല, പോസ്റ്റ് ചെയ്യുന്നു പറഞ്ഞു. പോസ്റ്റ് ചെയ്യും. മോശമായി പോയി, അവർക്ക് നല്ല വിഷമമുണ്ട്. നെക്സ്റ്റ് ലോട്ട് നീ പറഞ്ഞില്ല. ഞാനല്ലേ ആദ്യം പറഞ്ഞു കൊടുത്തേ. ആണോ? Okay. ഇനി second last നാണ്. Her name in your phone. പറയണ്ട, കാണിച്ചു. നിന്റെ ഫോൺ അവിടെ. Oh, sorry. എന്റെ ഫോണില് മാറുന്ന മാളു. Yes. ആരാണ് വിളിച്ചത്? എനിക്ക് വിളിക്കാനും പിള്ളേരുണ്ട്. മാളൂട്ടി. കാണാൻ പറ്റുന്ന മാളൂട്ടി. എന്റെ മാളവിക പ്യൂർ പിറാന. If you know, you know. പിറാനമീൻ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് യൂട്യൂബിലത്തെ ഒരു കഥയാണ്. വഴക്ക് കൂടിയിട്ടുണ്ടോ? നോ, നോ. ഇതുവരെ വഴക്ക് കൂടിയിട്ടില്ല. ഒരേ ഒരു ഫ്രണ്ടാണ് ഞാൻ വഴക്ക് കൂടാത്ത ഒരേ ഒരു ഫ്രണ്ട്, അത് നീയാണെന്ന്. വേറൊന്നും പറയില്ല. Clean. ഹെയറൊക്കെ എന്തോ വലുതായിട്ട് പറയാനുണ്ട്. കമോൺ തല കറിയണ്ട. കമോൺ. വഴക്കൂടിയിട്ടുണ്ട് ഒരു പ്രാവശ്യം, ഒറ്റയ്ക്കൊരു പ്രാവശ്യം വഴക്കൂടിയിട്ടുള്ളൂ. 6th പഠിക്കുമ്പോ എനിക്ക് തോന്നുന്നു 1 മാസം 2 മാസം എന്താ ഞങ്ങൾ സംസാരിച്ചിട്ടുള്ളത് സെയിം ക്ലാസ്സില്. എന്നിട്ട് ഞങ്ങളുടെ ഫ്രണ്ട്സ് ക്ലാസ്സിലുള്ളവരൊക്കെ ഈ മാളവെടുത്ത് മിണ്ടാത്ത തന്നെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോ മാളവെടുത്ത് മിണ്ടിയോ ഇല്ല. എന്നിട്ട് ലാസ്റ്റ് മാളവിക എന്റെ ഈ നമ്മൾ 2 സൈഡിലേക്ക് പിന്നിടുവല്ലേ. അപ്പൊ ആ സമയത്ത് എന്റെ മുന്നത്തെ തല ഹസ്ബൻഡ് കാനഡയിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോ ഒരു ബുഷ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ബുഷിലേക്ക് ഇങ്ങനെ നിന്നപ്പോ മാളവിക ഇങ്ങനെ പയ്യെ വന്ന് ഇത് എവിടെ നിന്നാടി വാങ്ങിയേ, നല്ല രസമുണ്ടല്ലോ കാണാൻ എന്ന് പറഞ്ഞ വഴക്കുണ്ടാക്കിയത് പോലും ഞങ്ങൾക്ക് അറിയില്ലാത്ത പോലെ. ഫൺസൊക്കെ കാനഡയിൽ നിന്ന് കൊണ്ടുവന്നതാ. അങ്ങനെ പെട്ടെന്നായിരുന്നു. അത് കഴിഞ്ഞ് 2 days എന്തോ കഴിഞ്ഞ് ഞങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് പ്രൊജക്ട് ഉണ്ടായിരുന്നു. ഈ നമ്മുടെ ഡ്രാമ കളിക്കില്ലേ, അതുപോലെ 2 പേര് വെച്ചുള്ള. എന്നിട്ട് ഞങ്ങൾ 2 പേരും, ഞാൻ മോളും അവളെ അമ്മയായിട്ടായിരുന്നു കേട്ടോ. അത് അവള് ഓർക്കുന്നുണ്ടോന്ന് എനിക്കറിയില്ല. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ടീച്ചറിന്റെ ക്ലാസ്സില് ഇംഗ്ലീഷ് ക്ലാസ്സില് പോണം. ഇംഗ്ലീഷ് ക്ലാസ്സില് എന്നിട്ട് എല്ലാരും കളിയാക്കിയായിരുന്നു ഞങ്ങളെ. നിങ്ങളെല്ലാം 2 മാസം അത്ര ഉള്ളൂ ഫ്രണ്ട്ഷിപ്പ്. അതെ. പിന്നെ അത് എന്തിനാ വഴക്കുണ്ടാക്കിയെന്ന് പോലും ഞാൻ ഓർക്കുന്നില്ല. ചില മെമ്മറീസ് അങ്ങനെ. എന്തിനാ വഴക്കുണ്ടാക്കിയെന്ന് പോലും അറിയില്ല. ആ ഒരു പ്രാവശ്യം മാത്രം വഴക്കുണ്ടാക്കിയിട്ടുള്ളൂ. അത് ഒറ്റയ്ക്ക് ഒരു പ്രാവശ്യം. നല്ല അണ്ടർസ്റ്റാൻഡിങ് ആയതുകൊണ്ട് പിന്നല്ല ഞങ്ങള് ഇങ്ങനെ ആയിരുന്നു. ഇങ്ങനെ ഞാൻ അതിന്റെ ഇടയ്ക്ക് ഈ കൈയുടെ ഇടയ്ക്ക് കൈ ബെസ്റ്റ് വിഷസ്. അടിപൊളിയായിട്ടിരിക്കും. I hope you enjoy this video. പിന്നെ കുറെ നാള് കഴിഞ്ഞ് പോസ്റ്റ് കാർഡ് കളക്ഷൻ അതുപോലെ കളക്ഷൻ ഒക്കെ ഇങ്ങനെ എടുത്ത് നല്ല ഏജ് ഒക്കെ ആയി കഴിയുമ്പോ നരച്ചൊക്കെ തുടങ്ങി കഴിയുമ്പോ ചിൽഡ്രൻ ഒക്കെ വരുമ്പോ അപ്പൊ പിള്ളേർക്ക് ഇങ്ങനെ എന്നെയാണ് കളിയാക്കിയിട്ട് ഞാൻ ചോദിച്ചു വേറെ എക്സ്ട്രാ കാര്യം ഉണ്ടെങ്കിൽ തന്നേക്കാൻ പറഞ്ഞു. ഗേൾഫ്രണ്ടിന്റെ പിക്ചറാണോന്ന് ഫോട്ടോ ആയിരുന്നു. ഞാൻ
മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തു. മാനസികമായിട്ട് അവളെ തളർത്തി കളഞ്ഞു. പക്ഷെ അവൻ ചോദിച്ചു ആരെങ്കിലും ഉണ്ടോ എങ്കിലും അവൻ നോക്കാമെന്ന്. ഒരു കുട്ടിക്ക് നല്ലൊരു ജീവിതം കൊടുക്കാൻ ഞാൻ എപ്പോഴും റെഡിയാണ്. ഈ വീഡിയോ കാണുമ്പോൾ അവൻ സിംഗിൾ ആയിരിക്കും. ഏത് വീഡിയോ? കുറച്ച് ഏജ് ഒക്കെ ആയി കാണുമ്പോഴേ അപ്പോഴത്തേക്ക് എന്റെ കൊച്ചുങ്ങൾ നീ എടുക്കാനുള്ള സെറ്റപ്പിൽ ഞാൻ ആക്കി. അപ്പോഴത്തേക്ക് ഇവൻ കണ്ണാടിയൊക്കെ വെച്ച് മുടിയൊക്കെ നരച്ച് എന്തായിരിക്കും ഒരു 10-25 കൊല്ലമൊക്കെ കഴിഞ്ഞ് നേരിട്ട് കാണുമ്പോ കുറച്ച് ചപ്പിയാവും തോന്നോ. അമ്മേനെ പോലെ മയുടെ അമ്മൂമ്മ ഇല്ലേ കുറച്ചുകൂടി അമ്മയുടെ ഇത് വരാൻ ചാൻസ് നല്ല ചപ്പിയാ. ഒരു പഴയ ഫോട്ടോ എന്റെ കയ്യിലുണ്ട്. അമ്മയുടെ പണ്ടത്തെ ഫോട്ടോ ഇത് നമ്മള് മാളവിക്ക് വേണ്ടി വെക്കണത്. അമ്മയുടെ അപ്രീഷിയേഷൻ വീഡിയോ ആയി. അതിന്റെ സൈഡിൽ നിന്നോണ്ട് അങ്ങനെയാണ് കാര്യങ്ങൾ. ഞാൻ പറഞ്ഞു വന്നത് കംപ്ലീറ്റ് ആയിട്ടില്ല. എന്തായാലും മനസ്സിലായിട്ടുണ്ടോ? മനസ്സിലായില്ലേ? ആ ഒരു വൈബ് നിനക്കുണ്ട്. അപ്പൊ നിനക്ക് ക്ലിയർ ആയിക്കോ. പൊട്ടിയല്ലാതെ ഉദ്ദേശിച്ചത്. ഓക്കെ അപ്പൊ ബൈ ബൈ. ബൈ 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 ബൈ. പക്ഷെ ബൈ ആണോ? ബൈ ആണോ? ബൈ അല്ല. Just for now. അതെ, just for now. Okay? Okay. 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 Hi Malu, congratulations. Wishing you both a very very great life ahead. എന്നും ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റട്ടെ. ഓൾ ദി ബെസ്റ്റ്. ഹായ് മാളു, ഞങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യാണ് നിൻ്റെ ബിഗ് ഡേക്ക് വേണ്ടിയിട്ട്. നിനക്കും അരവിന്ദനും എല്ലാവിധ ആശംസകളും നേരുന്നു. വിഷ് യു ഹാപ്പി മാരേജ് ലൈഫ്. Hi Malu, congrats on your big day and wish you very happy married life. Hi Malu, very special day. So ഇന്നത്തെ ദിവസം നിൻ്റെ കൂടെ ആയിരിക്കാൻ പറ്റില്ല. I'm really missing that. പക്ഷേ ഇങ്ങനെ കല്യാണം കഴിക്കാൻ പോവാണെന്നുള്ള ന്യൂസ് പറഞ്ഞപ്പോൾ തൊട്ട് I'm very happy for you and my prayers are with you. Wishing you and Aravind a very happy married life as you begin this journey together. So enjoy your day to the fullest and bye. Congrats da, എല്ലാം ഭംഗിയായി അടിപൊളിയായി നടക്കട്ടെ. ഹാപ്പി മാരേജ് ലൈഫ്. Hi Malu, we all are very excited for your big day. Wish you happy married life. Hi Malu, today's your big day and all the best wishes for your new life and I wish you a very very happy married life. ഇന്ന് നിൻ്റെ മാരേജിന് നിൻ്റെ കൂടെ ഉണ്ടാകാൻ പറ്റാത്തത് ഒരുപാട് മിസ് ചെയ്യുന്നു. നെക്സ്റ്റ് ടൈം ഇഫ് പോസിബിൾ നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് ഒരുമിച്ച് കൂടാൻ പറ്റണം എന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് ഈ പുതിയ ജേർണിയിൽ എൻ്റെ എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും നിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവും. ആൻഡ് ഹാവ് എ ബ്ലാസ്റ്റ് ആൻഡ് ഐ വെൽക്കം യു ടു ദ ക്ലബ്. Hi Malu, hi Aravind, congratulations both of you. എല്ലാവരെയും ഒരുപാട് മിസ് ചെയ്യുന്നു. വിഷ് എ ഹാപ്പി മാരിഡ് ലൈഫ്. ഹലോ, ഹായ് മാളവിക. മാളവിക എല്ലാവിധ വിവാഹമംഗളാശംസകളും. ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് വെൽക്കം ടു ദ ക്ലബ്. Hi Maluse, wish you a very very happy married life. Hi Malu, congratulations and all the best for your big day. ഹായ് മാളൂസേ, ഞാൻ ഭയങ്കര സൂപ്പർ എക്സൈറ്റഡ് ആണ് നിൻ്റെ ഈ ഒരു ഡേക്ക് വേണ്ടി. നിൻ്റെ ഔട്ട്ലുക്ക് കാണാനും കാര്യങ്ങളൊക്കെ കാണാനും എല്ലാത്തിനും വെയിറ്റിംഗ് ആണ്. പഠിച്ചു പൊളിക്കുക കേട്ടോ. ഞാൻ നല്ലപോലെ മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ സാരില്ല, നീ ഇങ്ങോട്ടേക്കാണല്ലോ വരുന്നത്. ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഉഷാറാക്കണം. അപ്പോൾ വിവാഹ മംഗളാശംസകൾ. ഇവിടെ വരുമ്പോൾ കാണാം. അടിച്ചു പൊളിക്കുക. ഹായ് മാളവിക, all the very best and all the best wishes on the next phase of your life. ഞാനത് നേരിട്ട് വിറ്റ്നസ് ചെയ്യാനായിട്ട് അവിടെ ഉണ്ടായില്ല. സോ ഐ ഫീൽ സോ ബാഡ് ആൻഡ് ഐ മിസ്. ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്. എല്ലാം അടിപൊളിയാവട്ടെ. എൻ്റെ എല്ലാവിധ പ്രാർത്ഥനകളും ആൻഡ് വിഷസ് ടു ബോത്ത് ഓഫ് യു. ആൻഡ് അടിപൊളിയാവട്ടെ. ആൻഡ് ഓൾ ദ ബെസ്റ്റ്. ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, ബൈ.
ഹായ് മാളു, വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഇവിടെ വന്ന എന്തായാലും ചിലവുണ്ട്. ഹായ് മാളവിക, അപ്പം നിന്റെ കല്യാണവുമായി ഹാപ്പി മാരീഡ് ലൈഫ്. വെളിയിലൊക്കെ പോയി അടിച്ചു പൊളിക്കുക. ഓക്കെ. ഹായ് മാളു, ഹാപ്പി മാരീഡ് ലൈഫ് ആൻഡ് ഓൾ ദ ബെസ്റ്റ്. ഹായ് മാളു, ആദ്യമേ തന്നെ കല്യാണത്തിന് വരാൻ കഴിയാത്തതിൽ സോറി. നമുക്കിടയിൽ ഇങ്ങനത്തെ ഒരു ഫോർമാലിറ്റിയുടെ ഒന്നും ആവശ്യമില്ല. എന്നാലും ഒരു പുതിയ തുടക്കം അതിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. എനിക്ക് എൻ്റെ ലൈഫിൽ ഏറ്റവും പ്രിയപ്പെട്ട ആളുകളിൽ ഒരാളാണ് മാളു. അപ്പോൾ ഈ ഒരു സന്ദർഭം എനിക്കും അത്രയും സന്തോഷം തരുന്ന കാര്യമാണ്. എന്തായാലും രണ്ടുപേർക്കും ഹാപ്പി മാരീഡ് ലൈഫ്. താങ്ക് യു. വീഡിയോ എടുക്കാനായിട്ട് വന്നത് എടി പ്രാന്താടി നിങ്ങൾക്ക് സെയിം വൈബാണ്.